ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള നടപടികൾ ചർച്ചയാകും. കേസിൽ അസമിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവാരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ഓപ്പറേഷൻ നുങ്കൂറിലെ തുടർ നടപടികളടക്കം ചർച്ച ചെയ്യാനാണ് ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് ഈ മാസം 20 മുതൽ കൊച്ചിയിൽ യോഗം ചേരുക. വാഹനക്കള്ളക്കടത്തിൽ ഇരു രാജ്യങ്ങളും ശേഖരിച്ച വിവരങ്ങൾ പ്രകാരമാണ് ചർച്ച. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയരും. ഓപ്പറേഷൻ നുങ്കൂറിൽ കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 50-ൽ അധികമാണ്. കേസിൽ കസ്റ്റംസ് നേരത്തെ അറസ്റ്റ് ചെയ്ത അസമിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവാരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. നേരത്തെ അസമിലെ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ മാർച്ച് 13-ന് മുൻപ് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ കീഴടങ്ങിയിരുന്നില്ല. ഇതോടെ എറണാകുളം ACJM കോടതി ദീപകിനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനു പിന്നാലെ ദീപക് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. കീഴടങ്ങാതെ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബിശ്വദീപ് ദാസിനെ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.